മാഗി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. പെട്ടെന്നുണ്ടാക്കാൻ കഴിയുന്നു എന്ന കാരണത്താൽ വീട്ടമ്മമാർ മാഗി വീട്ടിൽ സ്റ്റോക്ക് വെക്കുന്നതും പതിവാണ്. കാരണം കുട്ടികൾ കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനാണ് ഇത് സ്റ്റോക്ക് ചെയ്യുന്നത്. ഒരു പരിധിവരെ വീട്ടിലെ മുതിർന്നവർ തന്നെയാണ് കുട്ടികളെ ഇത്തരത്തിൽ മാഗി പ്രിയരാക്കുന്നത്. അടുത്തിടെ മാഗി ലെഡിന്റെയും MSGയുടെയും സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മാഗി കഴിക്കുന്നതിൽ നിന്നും ആളുകൾ കുറച്ചൊക്കെ അകൽച്ച പാലിച്ചു. പല വിധത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. മാഗിയിൽ ശരിക്കും എന്തെങ്കിലും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്നാണ് പലരുടെയും സംശയം. ലെഡ് ഹാനികരമായ പദാർത്ഥമാണ്. ശരീരം ഇതിനെ ആഗിരണം ചെയ്താൽ ദീർഘകാലം പാർശ്വഫലങ്ങൾ ഉണ്ടാകും. ദഹന പ്രക്രിയ താറുമാറാക്കുന്നതിനൊപ്പം തലച്ചോർ, വൃക്ക, പ്രത്യുൽപാദനം എന്നിവയെ ഇത് പ്രതികൂലമായും ബാധിക്കും. ലെഡ് അടങ്ങിയ മാഗി കഴിക്കുന്നതിലൂടെ കുട്ടികൾക്ക് മസ്തിഷ്ക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുതിർന്നവരെക്കാൾ കുട്ടികളുടെ ശരീരം എളുപ്പത്തിൽ ഇവ ആഗിരണം ചെയ്യുന്നതാണ് കാരണം. ഒരു പാക്കറ്റ് മാഗിയിൽ അടങ്ങിയിട്ടുള്ള MSGയുടെ യഥാർത്ഥ അളവും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നാഡീ സംബന്ധമായ രോഗങ്ങൾ, തലവേദന, കരൾ വീക്കം എന്നിവയ്ക്കെല്ലാം MSG കാരണമാകാം. മെറ്റബോളിക് സിൻഡ്രോമിനും പൊണ്ണത്തടിക്കുമുള്ള സാധ്യതയും ഇത് ഉയർത്തും. ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നതിനാൽ അധികമാകുന്ന ലെഡ് പുറന്തള്ളാൻ കഴിയില്ല. എങ്കിലും ക്രാൻബെറി പോലെ ആന്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയ ജ്യൂസുകൾ കുടിച്ചാൽ പാർശ്വഫലങ്ങളിൽ കുറവ് വരുത്താൻ കഴിയുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ധാരാളം പച്ചക്കറികൾ കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക വഴി വിഷം ഉള്ളിൽ അടിഞ്ഞു കൂടുന്നത് കുറയ്ക്കാനും ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താനും സഹായിക്കും. ലെഡിന്റെയും MSGയുടെയും ദീർഘകാല ഫലങ്ങളിൽ ഒന്നാണ് അർബുദം. അതുകൊണ്ട് തന്നെ ലെഡും MSGയും അടങ്ങിയ മാഗി ദിവസവും കഴിക്കുന്നത് അർബുദ സാധ്യത ഉയർത്തും. ലെഡും MSGയും അടങ്ങിയ മാഗി ആദ്യ കുറെ ദിവസങ്ങളിൽ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ ഒരു മാസം തുടർച്ചയായി കഴിച്ചാൽ ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കാത്തതിനാൽ വയറുവേദന അനുഭവപ്പെടും. ശരീരത്തിൽ ലെഡ് അടിയുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. സംസ്കരിച്ച മാവ് അല്ലെങ്കിൽ മൈദ എന്നിവയിൽ നിന്നാണ് മാഗി നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എളുപ്പം ദഹിക്കില്ല. കൂടാതെ ഇതിൽ കേടാകാതിരിക്കാനുള്ള പദാർത്ഥങ്ങളും ചേർത്തിട്ടുണ്ട്. സോഡിയം ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ആരോഗ്യത്തിന് ഗുണകരമല്ല. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള സാധ്യതയുമുണ്ട്. പോഷക സമൃദ്ധവും പ്രോട്ടീൻ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതുമാണെന്നുമാണ് പരസ്യവാചകം. എന്നാൽ മാഗിയിൽ പോഷകങ്ങളും ഫൈബറും അടങ്ങിയിട്ടില്ല. മറിച്ച് ധാരാളം കാർബോഹൈഡ്രേറ്റ് ആണുള്ളത്. ഇത് പതിവായി കഴിക്കുന്നത് ആരോഗ്യത്തിനും ഗുണകരമല്ല. ലെഡ് അടങ്ങിയിട്ടില്ലാത്ത മാഗി മുതിർന്നവർക്കാണെങ്കിൽ 15 ദിവസത്തിൽ ഒരിക്കൽ കഴിക്കാം. ആരോഗ്യത്തിന് ഗുണകരമാകുന്ന ഒന്നുമില്ലാത്തതിനാൽ ദിവസവും കഴിക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം. പ്രഭാത ഭക്ഷണമായി ഒരിക്കലും മാഗി കഴിക്കരുത്. കാരണം ഇവയിൽ മൈദ പോലുള്ള കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹിക്കാൻ എളുപ്പമല്ല. ദിവസം തുടങ്ങാൻ ആവശ്യമായ ഊർജം ഇതിൽ നിന്നും ലഭിക്കാത്തതിനാൽ വൈകുന്നേരമോ ഉച്ചഭക്ഷണത്തിന് ശേഷമോ വേണമെങ്കിൽ കഴിക്കാം. മാഗിയിൽ കാണുന്ന ഉണങ്ങിയ പച്ചക്കറികളിൽ കേടാകാതിരിക്കാനുള്ള പദാർത്ഥങ്ങൾ ചേർത്തിരിക്കും. ഇത് ശാരീരിക പ്രവർത്തനങ്ങളുടെ നിരക്ക് കുറയ്ക്കുകയും ദഹന പ്രക്രിയ സാവധാനത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവ കഴിക്കുന്നത് ഒഴിവാക്കുക. മാഗിയിൽ ധാരാളം മൈദ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോഷകങ്ങൾ, പ്രോട്ടീൻസ്, ഫൈബർ എന്നിവ താഴ്ന്ന അളവിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണമായി കുട്ടികൾക്ക് ഇത് നൽകരുത്. പകരം ആരോഗ്യദായകങ്ങളായ ഭക്ഷണങ്ങൾ നൽകാൻ ശ്രമിക്കുക. മാസത്തിൽ ഒരിക്കലോ മറ്റോ മാത്രം കുട്ടികൾക്ക് മാഗി നൽകുന്നതായിരിക്കും നല്ലത്. 5 വയസ്സിന് ശേഷം മാത്രം കുട്ടികൾക്ക് മാഗി കൊടുത്തു തുടങ്ങുക, അതും വല്ലപ്പോഴും മാത്രം.